പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. ഹല്ലേലൂയ പാടുകേ. ഹല്ലേലൂയ ഹല്ലേലൂയ പാടുകേ. ദൂതർ സൈന്യവുമാ മേഘരൂഢനായി വരുന്നിത വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കോടാകോടി ദൂതർ സൈന്യവുമാ മേഘരൂഢനായി വരുന്നിത വിരവിൽ, തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. പിതാവേ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് പരിവർത്തിക്കണേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സാധാരണത്വമുള്ള ദൈവകൃപയുടെ ഒരു പകർച്ച ഞങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി അവിടുന്ന് പകരണം. ലുദ്ധിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ചിലരുടെ ഹൃദയത്തെ തുറക്കണം. ആത്മമണ്ഡലങ്ങൾ ഓപ്പണാകട്ടെ. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വെട്ടപ്പെടട്ടെ. ഭയങ്കര ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ കരം ഉയർത്തി പിടിച്ച് എല്ലാവരും കൂടെ ചേർന്നൊന്ന് ആരാധിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മതി. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഉച്ചത്തിലൊന്ന് വായിച്ചേ. സകലരും കൂടെ ചേർന്ന്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമുക്കറിയാം, ധന്യനായ യോഹന്നാൻ ശ്ലീഹയുടെ
തൂലികത്തുമ്പിലൂടെ പുതിയ നിയമസഭയ്ക്ക് നൽകിയ അനുഗ്രഹീതമായ പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ അപ്പോസ്തലൻ്റെ മാത്രം പ്രത്യേകത, അദ്ദേഹം സുവിശേഷവും എഴുതി, ലേഖനവും എഴുതി, പ്രവചനവും എഴുതി. ബാക്കി പുതിയ നിയമ എഴുത്തുകാരിൽ ആരും തന്നെ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ല. സുവിശേഷം എഴുതിയവർ ലേഖനം എഴുതിയില്ല, ലേഖനം എഴുതിയവർ പ്രവചനം എഴുതിയില്ല. അപ്പോൾ അങ്ങനെ സുവിശേഷത്തെ, ലേഖനത്തെ, പ്രവചനത്തെ കൈകാര്യം ചെയ്ത ദൈവമനുഷ്യൻ. സുവിശേഷത്തിലൂടെ ക്രിസ്തു ഇന്നലെ ആര് എന്ന് യോഹന്നാൻ പറയുകയായിരുന്നു. ലേഖനത്തിലൂടെ ക്രിസ്തു ഇന്ന് ആര് എന്ന് യോഹന്നാൻ പറയുക. വെളിപ്പാട് പുസ്തകത്തിലൂടെ ക്രിസ്തു നാളെ ആര് എന്ന് യോഹന്നാൻ പറയുക. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രചനയുടെ ശൈലി. ഇനിയും ആ എഴുത്തുകളുടെ ആകത്തുക നമ്മൾ സാംശീകരിച്ച് എടുക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, നിത്യത്വം, വ്യക്തിത്വം, ആളത്വം, ഇത്രയും കാര്യങ്ങളാണ് യോഹന്നാൻ ഊന്നൽ നൽകി എഴുതിയിട്ടുള്ളത്. അത് സുവിശേഷമായാലും ലേഖനമായാലും പ്രവചനമായാലും. യോഹന്നാൻ്റെ എഴുത്തുകളിൽ പല സന്ദർഭങ്ങളിലും ഹൈ ക്രിസ്റ്റോളജിയാണ് കാണുന്നത്. ഉന്നതമായ ക്രിസ്തുവിജ്ഞാനീയ പ്രബന്ധങ്ങൾ, അവതരണങ്ങൾ. അതിൽ യോഹന്നാൻ്റെ ഉദ്ദേശം സുവിശേഷത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിൽ ദൈവത്വം കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. അതിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ നിത്യത്വം, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ ദൈവത്വം, വചനത്തിൻ്റെ വ്യക്തിത്വം, വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ ദൈവത്വം. അപ്പം നിത്യത്വമുള്ള, വ്യക്തിത്വമുള്ള, ദൈവത്വമുള്ള വചനം, ആ വചനം ജഡമായി എന്നാണ് പറയുന്നത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മറ്റെങ്ങും കാണാത്ത ക്രിസ്തുവിജ്ഞാനീയ പദങ്ങളുടെ ഒരു വലിയ ശേഖരം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ വിശേഷിച്ച് 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാൽ ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ, ഭൂരാജക്കന്മാർക്ക് അധിപതി. 6ലേക്ക് വരുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവൻ. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു മേഘാരൂഢനായി വരുന്നവൻ. 8-ാമത്തെ വാക്യത്തിൽ അൽഫ ഒമേഗ എന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അങ്ങനെ പറഞ്ഞു. ആ വാക്കൊക്കെ കണ്ടോ? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. റസൽ മതക്കാരെയും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഇതര ആളുകളെയും കണ്ടം വഴി ഓടിക്കുന്ന വാക്കാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. യേശുവിനെ ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഉണ്ട്. ദേ പറയുന്നു സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഇനി നമ്മൾ ഈ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോഴും യോഹന്നാൻ്റെ എഴുത്തിൻ്റെ ശൈലി അങ്ങനെയാണ്. ദൈവം എന്നാണ് പറയുന്നത്, യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അവതരിപ്പിക്കുന്നത്. അത് ഇക്വാലിറ്റി ഉള്ള ദൈവമാണ്. അങ്ങനെയാണ്, പിതാവാം ദൈവത്തോട് തുല്യതയുള്ള ദൈവം. യോഹന്നാൻ 5:18 അതാ പറയുന്നത്. തന്നെത്താൻ ദൈവത്തോട് സമനാക്കി, മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്. ഇക്വാലിറ്റിയാണ് ഇവിടുത്തെ വിഷയം. അപ്പം അങ്ങനെ അവതരിപ്പിച്ചു വരുന്ന യോഹന്നാൻ്റെ സുവിശേഷം, അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. വാസ്തവത്തിൽ ഈ 3-ാം അധ്യായം നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണമാണ്. ആ നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണത്തിൽ പുതിയ ജനനം, ആത്മാവിനാലുള്ള ജനനം, അതിങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് വന്നിട്ട് പൊടുന്നനവേ കാര്യം തിരികുക. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്?
മോശ സർപ്പത്തെ ഉയർത്തിയ സാദൃശ്യത്തെ കർത്താവ് ഇങ്ങ് എടുത്തിട്ട് അത് പുതിയ നിയമത്തിൽ യേശുവിനെ ഉയർത്തുന്നതുമായി അങ്ങ് കണക്ട് ചെയ്യുക. ഇത് കർത്താവിൻ്റെ പഠിപ്പിക്കലിൽ പുതിയ നിയമ എഴുത്തുകളിൽ ഒരു ശൈലിയാണ്. പഴയ നിയമത്തിൻ്റെ വസ്തുതകളെ എടുത്തു പിടിച്ചിട്ട് പുതിയ നിയമത്തിൻ്റെ സന്ദേശങ്ങളുമായി അതിനെ അങ്ങ് തുലനം ചെയ്യുക. ഈ ഭാഗം മാത്രമല്ല, വേറെ പലതും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മത്തായി 12:40 യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ കണ്ടോ, അത് പഴയ സംഭവമാണ്. അതിനെ എടുത്തു പിടിച്ചിട്ട് കർത്താവ് പറയാം, മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ശൈലി. ഒന്നുകൂടി ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലെ സമുദ്രത്തിൽ സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആകാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എന്നിട്ട് പറയാം, എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അത് പഴയ നിയമത്തിന്റെ സംഭവം. എന്നിട്ട് പറയുക, എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. കണ്ടോ, പഴയ നിയമത്തിന്റെ ഒരു സംഭവത്തെ എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പുതിയ നിയമത്തിന്റെ യാഥാർത്ഥ്യവുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക. അതായത് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഒരു അവതരണ രീതി. അതുപോലെയാണ് ഇവിടെ പറയുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവിടെ ഒരു ചോദ്യമുണ്ട്, എന്തിനാ ഈ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്? അത് ഒരു ചരിത്രമാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദൈവം പറയുമായിരുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് അങ്ങനെ. സംഖ്യാപുസ്തകം 21-8 നോക്കി. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്റെ മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി, കൊടിമരത്തിന്റെ മേൽ തൂക്കി. അപ്പൊ ദൈവം പറഞ്ഞതാ. അപ്പൊ വാസ്തവത്തിൽ അതൊരു പ്രോബ്ലത്തിന്റെ റെമഡിയാണ്, പരിഹാരമാണ്. അഗ്നിസർപ്പം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം. അത് ജനത്തിന്റെ ഇടയിൽ ഇറങ്ങി അവരെ കടിക്കുക. ഇത് കടിക്കുന്നവരെല്ലാം ചാകുകയാണ്. നമ്മൾ ഈ പാമ്പുകൾക്കൊക്കെ പല പേരുകളും ഇട്ടിട്ടുണ്ടല്ലോ, 8 അടി മൂർഖൻ എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ പല ടൈപ്പ് പേരുകളാണ്. ചിലരൊക്കെ പേടിച്ച് വട്ടം നോക്കുന്നു, ഇനി വല്ലതും കയറി വരുമോ എന്നുള്ളത്. അപ്പോ ഈ പാമ്പുകൾക്ക് അതുപോലെയുള്ള വിഷമുണ്ട്. അത് ബാബാ സുരേഷിന്റെ ഭാഷ പറഞ്ഞാൽ വിഷമല്ല, വെനം. അങ്ങനെയാണ് പുള്ളി പറയുന്നത്. പുള്ളി പാമ്പിനെ പാമ്പെന്ന് വിളിക്കാറില്ല, പാമ്പിനെ അതിഥി എന്നാണ് വിളിക്കുന്നത്. ഉലക ചരിത്രത്തിൽ പാമ്പിനെ അതിഥി എന്ന് വിളിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ ഉള്ളൂ, അത് ബാബാ സുരേഷ്. അത് പുള്ളിയുടെ ഉപജീവനമായതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പാമ്പിനെ അതിഥി എന്നാണ് പുള്ളി വിളിക്കുന്നത്. അപ്പം പാമ്പിറങ്ങി ജനത്തെ കടിക്കുക. എന്തുകൊണ്ട് പാമ്പിറങ്ങി ജനത്തെ കടിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അതിന് സംഖ്യാപുസ്തകം 21-ൽ തന്നെ ഉത്തരവുണ്ട്. 4-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് നോക്കിയാൽ മതി. ജനം ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അവിടെ ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും ജനം പിറുപിറുക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈപ്പ് പിറുപിറുപ്പുണ്ടായി അവിടെ. ഒന്ന്, ദൈവത്തിനെതിരെ പിറുപിറുത്തു. 2, ലീഡർഷിപ്പിനെതിരെ പിറുപിറുത്തു. 3, ദൈവത്തിന്റെ പ്രോമിസിനെതിരെ പിറുപിറുത്തു. 4, ദൈവം ഒരുക്കിയ പ്രൊവിഷൻസിനെതിരെ പിറുപിറുത്തു. അപ്പൊ ഇങ്ങനെ ജനം പിറുപിറുക്കുവാൻ തുടങ്ങിയപ്പോൾ 7-ാമത്തെ വാക്യത്തിൽ യഹോവയ്ക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. ആ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് സർപ്പം ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജഡ്ജ്മെന്റ് പോലെ നമുക്ക് കാണാം. പാപം നിമിത്തം സർപ്പം ഇറങ്ങി, ഇത് ജനത്തെ കടിക്കുക, അങ്ങനെ ജനം മരിക്കുക. അവിടെയാ ദൈവം ഒരു റെമഡി പറഞ്ഞത്, മോശേ ഒരു കാര്യം ചെയ്യണം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കണം, അത് കൊടിമരത്തിന്റെ മേൽ തൂക്കണം, അതിനെ ആരെങ്കിലും നോക്കിയാൽ രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ
മോശ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി. എല്ലാവരും കാണത്തക്ക വിധത്തിൽ കൊടിമരത്തിൽ തൂക്കി. ഈ പന്തലിന്റെ സെന്ററിൽ 2 ക്യാമറ വെച്ചിട്ടുണ്ട്. എവിടെ ഇരുന്ന് നോക്കിയാലും അത് കാണാം. അങ്ങനെ ഒരു സാധനം ഇതുപോലെയാ. എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ഈ കൊടിമരം ഉയർത്തി. അതിൽ പിച്ചള സർപ്പം രൂപ. ഇവിടെ പാമ്പിന്റെ കടിയേറ്റവൻ അങ്ങോട്ട് നോക്കിയാൽ രക്ഷപ്പെടും. അതൊരു സാദൃശ്യമാണ്. അപ്പൊ എല്ലാവരും കാണത്തക്ക വിധത്തിൽ ഇതിനെ ഉയർത്തിയതുപോലെ യേശു പറയുകയാണ്, മനുഷ്യപുത്രനെയും ഉയർത്തണം. അവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ചരിത്രം മനസ്സിലായി. അവിടെ കൊടിമരത്തിന്റെ മേൽ സർപ്പത്തെ ഉയർത്തിയത് ഇത് കടിച്ചപ്പോഴാണ്. ഇവിടെ എന്തിനാ ഇതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തുന്നത്? സെയിം കാര്യം തന്നെയാണ്. അന്നും പാമ്പ് കടിച്ചു, ഇന്നും പാമ്പ് കടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ബാബാ സുരേഷിന്റെ അതിഥി അല്ല കടിക്കുന്നതേ ഉള്ളൂ, വേറൊരു പാമ്പാണ് കടിക്കുന്നത്. ബാബാ സുരേഷ് പറഞ്ഞ അതിഥി കടിച്ചാൽ വെനം ശരീരത്തിൽ പ്രവേശിക്കുന്നേ ഉള്ളൂ. അതിന് ആന്റിവെനം ഉണ്ട്, അത് കിട്ടിയാൽ രക്ഷപ്പെടും. പക്ഷെ ഈ പാമ്പ് കടിച്ചാൽ, ഏതാ ഇന്ന് മനുഷ്യനെ കടിക്കുന്ന പാമ്പ്, അത് കടിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ റെമഡിയേ ഉള്ളൂ, മനുഷ്യപുത്രൻ. രാമൻ പറഞ്ഞോട്ട്. അപ്പൊ ചിലർക്ക് ഡൗട്ടായി തുടങ്ങി, ഏതാണ് ആ പാമ്പ്? പറയാം. വെളിപ്പാട് പുസ്തകം 12-9 വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പ്, അതാ ജനത്തെ കടിക്കുന്നത്. അല്ലാതെ ഇതിലെ ഇഴഞ്ഞു നടക്കുന്ന സാധനമല്ല. അന്ന് അതാ കടിച്ചത്, ഇന്നതല്ല കടിക്കുന്നത്. അന്നത്തെ പാമ്പിന്റെ വനത്തിന് കൊല്ലാനുള്ള കരുത്താണുള്ളതെങ്കിൽ ഇന്നു മനുഷ്യനെ കടിക്കുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പ് അതെന്താ ചെയ്യുന്നതെന്നറിയോ? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന, അതാ തെറ്റിക്കുക. അങ്ങനെ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് ദ ഡിസീവർ ഓഫ് ദി ഹോൾ വേൾഡ്. ഡിസീവറാണ്, തെറ്റിക്കുക. ഞാൻ ആ ഡിസീവർ എന്ന പദത്തിന്റെ അർത്ഥം ഇങ്ങനെ നോക്കിയപ്പം 6 അർത്ഥങ്ങളുണ്ട്. വഞ്ചിക്കുക, ചതിക്കുക, അകപ്പെടുത്തുക, കബളിപ്പിക്കുക, അബദ്ധത്തിൽ ചാടിക്കുക, വഴിതെറ്റിക്കുക. അപ്പൊ വഞ്ചിക്കുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കടി കിട്ടിയിട്ടുണ്ടെന്നർത്ഥം. ഈ പഴയ പാമ്പ് കടിച്ചിട്ടുണ്ട്. ചതിക്കുകയോ ചതിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കടി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയാം, വഞ്ചിക്കുന്നതും ചതിക്കുന്നതും ഡിസീവറിന്റെ തൊഴിലാണ്, പിശാചിന്റെ തൊഴിലാണ്. സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ടവരെ, പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, എന്തുമാകട്ടെ, നിങ്ങൾ എന്തും ചെയ്തോട്ടെ. പക്ഷേ ചതിക്കരുത്, വഞ്ചിക്കരുത്, ചതിക്കാനൊട്ടും നിന്നും കൊടുക്കരുത്. ഇത് ഡിസീവറിന്റെ തൊഴിലാണ്, കേട്ടോ. ചെയ്യരുത്. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന് വെച്ച് ഏത് വിധത്തിലും ഒരാളെ കമത്തി നശിപ്പിച്ച് എങ്ങനെയും പണമുണ്ടാക്കണമെന്നുള്ള ടൈപ്പ് ചിന്തയുണ്ടല്ലോ, പാടില്ല. ഡിസീവറാണത്. അതൊരു ഇമ്പാർട്ടേഷന്, സാത്താന്റെ ഇമ്പാർട്ടേഷൻ. ഇങ്ങനെ ചതിക്കുന്നവൻ എത്ര അന്യഭാഷ പറഞ്ഞാലും അവന്റെ മേൽ വ്യാപരിക്കുന്നത് സാത്താന്റെ ഇമ്പാർട്ടേഷനാണ്. പിടികിട്ടുന്നുണ്ടെന്ന് എന്റെ ചിന്ത. വഞ്ചിക്കുന്നവൻ എത്ര അന്യഭാഷ പറഞ്ഞാലും, അത് പ്രേമം നടിച്ച് വഞ്ചിച്ചാലും, പണത്തിന്റെ പേരിൽ വഞ്ചിച്ചാലും, കടം മേടിച്ച് വഞ്ചിച്ചാലും, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ വഞ്ചിച്ചാലും, ഞാനത് പലതങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. ഇതെല്ലാം വഞ്ചനയാണ്. പ്രേമിച്ച് വഞ്ചിക്കുക, ഇതൊക്കെ ഈ അടുത്ത സമയത്ത് വലിയ ചർച്ചയാണല്ലോ. ചിലരൊക്കെ അങ്ങ് വഞ്ചിക്കപ്പെടാൻ ഇരുന്നു കൊടുക്കുക.
അതുപോലെ ബിസിനസ് ചെയ്ത് വഞ്ചിക്കുക, കടം മേടിച്ച് വഞ്ചിക്കുക. പെണ്ണിനെ കെട്ടിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന പൈസ അത്യാവശ്യമാണ്, 1 മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയിട്ട് ഇപ്പോ 9 വർഷമായി ഇതുവരെ കൊടുത്തിട്ടില്ല. ഭയങ്കര ഗ്ലോറി ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ആ ചതിയുടെ ഇമ്പാർട്ടേഷൻ ഉണ്ടെന്ന് ഞാൻ പറയും. ഈ ആത്മീയന്റെ ഏറ്റവും വലിയ വിശേഷത എന്നാണെന്നറിയോ? ക്യാരക്ടറാണ്. സ്തോത്രം. പിടിക്കുന്നില്ലെന്ന് എനിക്കറിയാം, പക്ഷെ സത്യ ക്രിസ്തു സമാനത, സ്വഭാവ ഗുണം. അതുകൊണ്ട് പറയുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ. ദൈവം എങ്ങനെയാണോ അതുപോലെ ആവണം. അതാ മത്തായി 5:48 പറയുന്നത്. സിസ്റ്റർ ഒന്ന് വായിച്ചോ കേട്ടോ. ഈ ചില വാക്യങ്ങളൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനങ്ങ് പറയുന്നത്. എന്നാൽ ഈ ചിലത് ഈ പുസ്തകത്തിലുണ്ടെന്ന് നമ്മളൊന്ന് അറിയണ്ടേ, അതുകൊണ്ടങ്ങ് വായിപ്പിക്കുക. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഒന്ന് ശ്രമിച്ചു നോക്കാനൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്, അതുകൊണ്ട് നിങ്ങളും സൽഗുണപൂർണരാകുക. ഈ വാസ്തവത്തിലെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനിരിക്കുന്നവരൊന്ന് കരം ഉയർത്തിക്കുക. എല്ലാവർക്കും പോകണം. പക്ഷേ യോഹന്നാന്റെ ലേഖനം 3:3 പറയുന്നത് അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലന്മാരായിരിക്കും. മാലം കമ്മിൽ ഊരിയ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. എന്നെ പോലെ വെള്ളയും വെള്ള ഇട്ടാൽ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. ഇല്ലെന്ന്. ഞങ്ങളെ പോലെ മീശവർജനം നടത്തിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലന്മാരാകണം. അതാ ഞാൻ പറഞ്ഞ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണം ക്യാരക്ടറാ, സ്വഭാവ ഗുണം. ഇത് പ്രകടിപ്പിക്കാതെ ഏത് അന്യഭാഷ പറഞ്ഞിട്ടും കാര്യമില്ല. അബി ജി മൈനർ പിടിച്ചാൽ പിടിക്കണ്ട, ഞാൻ എന്താ പറയുന്നത് ശ്രദ്ധിക്കായിരുന്നോണ്ട് ചാടി എഴുന്നേന്റെ. അബി ജി മൈനർ പിടിച്ചാൽ ജി മൈനറിൽ അച്ചാൻ കയറി അന്യഭാഷ പറയും. ശ്രുതി തെറ്റാതെ അന്യഭാഷ പറയാൻ അറിയാം. സ്വോത്രം. അങ്ങനെയാ, ശ്രുതി തെറ്റാതെ അന്യഭാഷ പറയാൻ അറിയാം നമുക്ക്. പക്ഷെ സ്വഭാവവും ഇല്ല. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കണം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ചതിക്കുന്നതും വഞ്ചിക്കുന്നതും കബളിപ്പിക്കുന്നതും വഴിതെറ്റിക്കുന്നതും അബദ്ധത്തിൽ ചാടിക്കുന്നത് ഡിസീവറിന്റെ തൊഴിലാ, പഴയ പാമ്പിന്റെ തൊഴിലാ, അതിന്റെ വനമാത്. അപ്പോ ഇന്ന് കടിക്കുന്ന പാമ്പ് അക്ഷരാർത്ഥത്തിലുള്ള പാമ്പല്ല, അത് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന, അത് പാപത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന, അത് ദൈവത്തോടുള്ള അനുസരണക്കേടിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു വ്യാപാരമാണത്. അതെ, എവിടെ സാഹചര്യം ഉണ്ടായാലും അവിടെ ഈ പുള്ളി തലവെക്കും. ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എവിടെയാണോ ഒരവസരം ഉള്ളത് അവിടെ ആക്റ്റീവ് ആകും. അങ്ങനെയാ. 1 തെസ്സലോനിക്ക ലേഖനം 3:5 പൗലോസ് പറയുന്നുണ്ട്, അത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൾ നിങ്ങളെ പരീക്ഷിച്ചു പോയി, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഞാൻ ഭയപ്പെട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളിനെ അയച്ചു. തെസ്സലോനിക്ക സഭ ഭയങ്കര പീഡനത്തിനകത്തോടെ പോവാ. പൗലോസിന്റെ പീഡനം കേട്ടിട്ട് ആശങ്കയുണ്ടായി. പൗലോസ് പറഞ്ഞു, എനിക്ക് ടെൻഷനുണ്ട്, പരീക്ഷകൾ നിങ്ങളെ പരീക്ഷിച്ചോ. അങ്ങനെയാ, പീഡനം വരുമ്പോഴാണല്ലോ പരീക്ഷിക്കുന്നത്. എന്തായി? അതാ ചോദ്യം. ഒറ്റക്കിറങ്ങി തിരിച്ചതല്ലേ? എന്തായി? പ്രാർത്ഥിക്കുന്നതല്ലേ? എന്തായി? എന്ന് ഉപവസിക്കുന്നതല്ലേ? എന്തായി? പ്രോബ്ലം വരുമ്പോഴായി ചോദ്യം വരുന്നത്. നന്മ അനുഭവിക്കുമ്പോഴൊന്നും ഈ ചോദ്യം വരത്തില്ല. എന്തെങ്കിലും ഇച്ഛ തെറ്റിയാൽ അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. വാസ്തവം പറഞ്ഞാൽ നമ്മളൊക്കെ എന്തുമാത്രം നന്മ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം.
നമ്മൾ പാടുന്ന ഒരു പാട്ടില്ലേ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. എങ്ങനെ? എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എണ്ണിയാലും എണ്ണിയാലും തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപ. സത്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തെല്ലാം നന്മകളാ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നെ. തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതം തോന്നുന്നത്. ഇപ്പം ചിലരൊക്കെ പറയുക, പാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ അത്ര വലിയ വഴിത്തിരിവ് വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത് നിങ്ങളുടെ തലമുറയുടെ കയ്യിൽ ദൈവം തരും. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് കാനഡയിൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിലിരുന്ന് പാസ്റ്ററുടെ വീട്ടിലാണ് താമസിച്ചത്, പാസ്റ്ററുടെ മോൻ്റെ വീട്ടിൽ. അപ്പം പാസ്റ്റർ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ചർച്ചിലിരുന്ന കാലഘട്ടത്തിലെ കാര്യം പാസ്റ്റർ പറയുമായിരുന്നു. അദ്ദേഹം ഇവിടെ വെൺമണി ചർച്ച പോലിരുന്ന അദ്ദേഹം പറയുമായിരുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കുന്നത് ഒരു വലിയ ടെൻഷനായിരുന്നു. വർഷാവർഷം പുതിയ ഷൂ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് പഴയ ഷൂ കീറിയത് ചാക്കുസൂചി മേടിച്ച് തുന്നി തയ്ച്ച് 4 വർഷമൊക്കെ ഒരു ഭാഗം കൊണ്ട് നടക്കുന്നത്. പുതിയ ഒരെണ്ണം മേടിച്ചു കൊടുക്കാൻ കാശില്ല. അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ ബന്ധപ്പെട്ട് വളർത്തിയതാ. പക്ഷേ അവിടുന്ന് ആ മകനെ ദൈവം കാനഡയിൽ അയച്ചു. അവനോട് ഫാർമസിസ്റ്റാ, അവിടുത്തെ എക്സാം ഒക്കെ എഴുതി അവിടുത്തെ ഒഫീഷ്യൽ ഫാർമസിസ്റ്റാ. സ്തോത്രം. അപ്പം ഫാസ്റ്റ് പറയുമായിരുന്നു, എത്ര അതിശയകരമായിട്ട്. അവന് 7 വയസ്സുള്ളപ്പോൾ ഒരു യോഗം നടന്നപ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞു, ഞാൻ ആ മീറ്റിങ്ങിലുണ്ട്, നിന്നെ ദൈവം കാനഡയിൽ അയക്കുമെന്ന്. അപ്പോൾ അവൻ്റെ 29ാമത്തെ വയസ്സിൽ കാനഡയിൽ ചെല്ലുമ്പോൾ അതിനും പുറകിൽ ഏതാണ്ട് 21 വർഷത്തിന് മുൻപ് ദൈവം പ്ലാൻ ചെയ്തത് ഇവനെ ഞാൻ കാനഡയിൽ എത്തിക്കുമെന്ന്. ഈ ചില ദൂതുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പ്രവാചകൻ തള്ളുന്നതാണ്. നമ്മൾ അങ്ങനെ പറയുന്നത്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും നമ്മുടെ പ്രാപ്തിക്കും അപ്പുറത്തൊരു ദൂത് കേട്ടാൽ നമ്മൾ പറയും പ്രവാചകൻ തള്ളി. സ്തോത്രം. ഈ 99ാമത്തെ വയസ്സിൽ അബ്രഹാം മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ അവിടെ അടുക്ക ചെന്നിട്ട് കർത്താവ് പറയുക, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ വരും, നിനക്കൊരു സന്തതി ഉണ്ടാകും. ഇന്നത്തെ അബ്രഹാമാരാണെങ്കിൽ ഉറപ്പായിട്ട് പറയും, തള്ളല്ലേ ദൈവമേ, അല്ല പറയത്തില്ലേ, തള്ളി മറിക്കുകയാണ്. പക്ഷെ അബ്രഹാം അങ്ങനെയൊന്നും പറഞ്ഞില്ല, കേറി അങ്ങ് വിശ്വസിച്ചു. ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നത് അതൊരു പക്ഷേ ഒരു 30 വർഷത്തിനപ്പുറത്ത് കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും, കേറി അങ്ങ് വിശ്വസിക്കുന്നത്. സ്തോത്രം. ഞാൻ എൻ്റെ ഒരു കൊച്ചു ടെസ്റ്റ് മണി പറയുക. എന്നെ ഇവിടെ ശാസ്താംകോട്ട എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ വിളിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാൻ ശാസ്താംകോട്ടക്കാരനല്ല. എൻ്റെ പുറകെ വന്നൊരു പേരാണ്. ഞാൻ അവിടെ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നപ്പോൾ പ്രസംഗം തുടങ്ങിയത് കൊണ്ട് വന്ന പേരാ. ഞാൻ ശാസ്താംകോട്ടക്കാരനല്ല, നാടുമായിട്ട് ഒരു ബന്ധമില്ല. എന്നെ അങ്ങനെ വിളിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നാലും ഈയിടയ്ക്ക് ഒരു കമ്മിറ്റിയിൽ ഒരാൾക്ക് പിണങ്ങി ആ പേര് വെക്കണമെന്നും പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു, പൊന്നെ ഉപദ്രവിക്കരുത്. ഞാനത് പറയാൻ വന്നത്, ഞാൻ ജനിച്ച് വളർന്നത് സീതത്തോട്ടിലാണ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ സെറ്റിൽഡ് ആയിരിക്കുന്നത് കുമ്പനാടാണ്. അപ്പോൾ ഏറ്റവും സൗകര്യം ഈ സ്ഥലപ്പേര് കൂട്ടി പറയുകയാണെങ്കിൽ കുമ്പനാടെന്ന് പറയുന്നത്, ഹെബ്രോന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സീതത്തോട്ടിൽ ഞങ്ങളുടെ ചർച്ചിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ യോഗത്തിൻ്റെ ഫ്രണ്ടിൽ ഇവരൊക്കെ എന്ത് മര്യാദയ്ക്ക് ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ വിശുദ്ധ കുരുത്തക്കേട് കാണിച്ചവരാ, വമ്പൻ കുരുത്തക്കേട്. എന്തെല്ലാം പരിപാടി ഒപ്പിച്ചതെന്നറിയാം ചർച്ചിനകത്ത്. ഞാൻ 4-ാം നില പെന്തക്കോസുകാരനാണ്. അപ്പം ഞങ്ങളൊരു വലിയ ഗാങ് ഉണ്ട്.
ഇപ്പം ചർച്ചിനകത്ത് ഭയങ്കര ഭയങ്കര ബഹളമാണ് ഞങ്ങൾ. അപ്പം അങ്ങനെ ബഹളം കാണിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് കർത്താവ് എന്നോട് പറയുന്നത്. ഞാനൊരു തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ പറയുക, നിന്നെ ഞാൻ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് അയക്കും, നിന്നെ ഞാൻ ഭൂഖണ്ഡങ്ങളിൽ ഉപയോഗിക്കും. എനിക്ക് ദൂത് എന്തുവെന്ന് പോലും മനസ്സിലായില്ല. 94 ഞാൻ സെമിനാരിൽ പോയത്, 99 ഗ്രാജുവേറ്റ് ചെയ്തു. 99 ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് ദൂത് നിവർത്തിയാകുന്നു, ഒന്നും നടന്നില്ല. 2007 എൻ്റെ മിനിസ്ട്രിക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്, അത് ഈ ശാസ്താംകോട്ട വെച്ചാൽ 2007. ഞാൻ പറഞ്ഞത് അപ്പോഴത്തേന് ഏതാണ്ട് ഒരു 10-26 വർഷം കഴിഞ്ഞു. അപ്പൊ കർത്താവിൻ്റെ കാര്യപരിപാടി അതാ. കാലക്കൂട്ടി സംഭവിക്കാനുള്ള കാര്യം കർത്താവ് പ്രസ്താവിക്കും. ആമേൻ. അങ്ങനെ പറയുന്നത് സംഭവിപ്പാനുള്ളത് ഇതാ ഞാൻ പ്രസ്താവിക്കുന്നു, മുൻപ് പ്രസ്താവിച്ചത് സംഭവിച്ചിരിക്കുന്നു. അതാ കർത്താവിന്റെ രീതി. ഒരാമേൻ പറഞ്ഞു. അപ്പൊ കാലക്കുട്ടി കർത്താവ് പറയും, ധൈര്യപൂർവ്വം വിശ്വസിക്കണം. എന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? നടക്കും. എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ റിജക്ട് ചെയ്ത സംഭവങ്ങളുണ്ട്, അത് എൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നടക്കത്തില്ല എന്ന് ഞാൻ കരുതിയ സംഭവങ്ങൾ പോലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ എത്രയെത്ര നന്മകളാണ് നമുക്കുണ്ടായത്. പക്ഷെ ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ, ഒരു നിരാശ വരുമ്പോൾ ഉടനെ നമ്മൾ പറയും, എനിക്ക് അന്നേരം അറിയായിരുന്നു. ഇത് നിങ്ങളിൽ ഉണ്ടാകുന്ന ചിന്തയല്ല, പരീക്ഷകൻ കയറുന്നതാണ്. ദ ഡിസീവർ ആക്റ്റീവ് ആകുന്നതാണ്. അത് മനസ്സിലാക്കണം കേട്ടോ. കൂടെ കർത്താവിനെതിരെ സംസാരിക്കുമ്പോൾ, വചനത്തിനെതിരെ സംസാരിക്കുമ്പോൾ, ആരാധനയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ, ദൈവകൃപയ്ക്കെതിരെ, വാഗ്ദത്തത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ നിരന്തരമായി അവിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ, സ്തോത്രം, ഞാൻ പറയട്ടെ എൻ്റെ സഹോദരങ്ങളെ, അത് നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ചിന്തയല്ല. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുപ്പാൻ യൂദയ്ക്ക് തോന്നിയെന്നല്ല, സാത്താൻ യൂദയുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. അപ്പൊ ഈ അവിശ്വാസം പറയാൻ, അവിശ്വസ്തത പറയാൻ, ദൈവത്തോട് പിറുപിറുപ്പാൻ പലരുടെ അകത്ത് സാത്താൻ തോന്നിപ്പിക്കുന്നതാ. അത് നിങ്ങളുടെ തോന്നലല്ല. ദ ഡിസീവർ അവിടെ ആക്റ്റീവ് ആകുന്നതാ. അത് തിരിച്ചറിയണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള സാത്താന്റെ അജണ്ടകൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. ഞാൻ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ അവിശ്വാസത്തിന്റെ വാക്കുകളെ, അതിന്റെ പദ്ധതികളെ, പിന്മാറ്റ സഹജമായ ചിന്താഗതികളെ ഇന്ന് രാത്രി സഭ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുകയാണ്. ഗ്ലോറി ടു ഗാഡ്. ആ കണ്ണുകളെല്ലാം നടത്തിയിട്ട് 30 സെക്കൻഡ് എല്ലാവരും കൂടി ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചേ. ആ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ പറയണം, ഞാൻ പറഞ്ഞ അവിശ്വാസത്തിന്റെ വാക്കുകളെ ഇന്ന് രാത്രി കർത്താവ് ഞാൻ ഏറ്റുപറയും, എന്നോട് ക്ഷമിക്കണം. എത്ര പേര് ആത്മാവിൽ പറയും? അങ്ങനെ പറയാൻ പറ്റുന്നവരൊക്കെ അഭിഷേകത്തിൽ ഒന്ന് പറഞ്ഞ്, ആത്മശക്തിയിൽ ഒന്ന് പറഞ്ഞ്, ഞാൻ ആ വിശ്വാസത്തിന്റെ വാക്കുകളെ ഇന്ന് രാത്രി ഏറ്റുപറയുക. ഇനിയും എന്റെ നാമം കൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ എന്റെ ആദരത്തിന് മേൽ ദൈവകൃപ തരണമേ കർത്താവേ. എന്റെ ഹൃദയത്തെ വശീകരിക്കുവാൻ വഞ്ചിക്കുന്ന വ്യാപാരങ്ങൾക്ക് എന്റെ കർത്താവേ അങ്ങ് കഴിയാത്ത വിധത്തിൽ എന്റെ മേലൊരു അധികാരം, ഒരു വെളിപ്പാട്, ഒരു ആത്മശക്തി പകരണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ അഭിഷേകത്തിൽ ദൈവകൃപകൾ നിറഞ്ഞ് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ചില അവിശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞത് ഇന്ന് രാത്രി ഏറ്റുപറയണം കേട്ടോ. അപ്പം ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അപ്പം ഞാൻ ഈ ഡിസീവറിന്റെ ഗ്രീക്ക് പദം ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പ്ലാനോ എന്ന് എഴുതിയിരിക്കുന്നത്. പ്ലാനോ. ഈ പ്ലാനോ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 3 അർത്ഥങ്ങൾ അതിനുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പ്ലാനോ അല്ലെങ്കിൽ ഈ ഡിസീവർ ചെയ്യുന്നത്, അത് ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്. അതാ പിശാച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ നിന്ന് അകറ്റിക്കളയും. ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം പറയാം. ദൈവവചനത്തെ തലമുടി നാഴിയുടെ കീറി മുറിച്ച് പ്രസംഗിച്ചാലും ചിലരുടെ തലേ കയറത്തില്ല. പക്ഷേ പഞ്ചായത്തിൽ കൂടെ ഒരു ദുരുപദേശം കയറിയാൽ മതി, അതിനെ കയറി പിടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ബൈബിൾ എത്ര കാര്യമായിട്ട് പഠിപ്പിച്ചാലും അത് മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു ദുരുപദേശം എവിടുന്നേലും വന്നാൽ അതിൻ്റെ പുറകെയാണ് പോകുന്നത്. അതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ ദുരുപദേശങ്ങളുടെ പിന്നിലും
ഒരു പൈശാചിക വ്യാപാരമുണ്ട്. അത് ഞാൻ ചുമ്മാ അങ്ങ് ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞതല്ല, ബൈബിൾ അങ്ങനെ പറയുന്നത്. എല്ലാ ദുരുപദേശങ്ങളുടെ പിന്നിലും ഒരു പൈശാചിക വ്യാപാരമുണ്ട്. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വാക്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാം. സ്തോത്രം. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യം. അത് 1 തിമോഥെയോസ് ലേഖനം 4-1 വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. കണ്ടോ? വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തിൽ ആശ്രയിച്ച്. അത് വാസ്തവത്തിൽ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതിയിട്ടുള്ളത് ചില ഇംഗ്ലീഷ് പരിഭാഷകളിലാണ്. സ്തോത്രം. Devoting themselves to spirit of deception and following demon inspired revelations and theories. കണ്ടോ? demon inspired revelation. അപ്പൊ ആ റെവലേഷന്റെ പിന്നിലുള്ളത് ഡീമൺസ് ആണ്. എല്ലാ ദുരുപദേശങ്ങളുടെ പിന്നിലും, ഒന്നുകൂടെ പറഞ്ഞാൽ സകല വചനവിരുദ്ധതയുടെ പിന്നിലും വ്യാപരിക്കുന്നത് ഈ വ്യാപാരമാണ്. വ്യാജാത്മാക്കൾ, ഭൂതാത്മാക്കൾ, അതാ സ്പിരിറ്റ്സ് ഓഫ് ഡിസെപ്ഷൻ ആൻഡ് ഫോളോയിങ് ഡീമൺ ഇൻസ്പയർഡ് റെവലേഷൻസ് ആൻഡ് തിയറീസ്. അതെപ്പോഴും മനസ്സിലാക്കണം. അപ്പം ഈ ഡിസീവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്, സത്യത്തിൽ നിന്ന് അകറ്റുകയാണ്. അതിൻ്റെ ഒരു വകഭേദം ഈ സുവിശേഷ യോഗങ്ങളിൽ പൊതുവിൽ നമുക്ക് കാണാം. 2 കൊരിന്ത്യർ ലേഖനം 4:4 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവപ്രതിമയായി ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ദൈവപ്രതിമയായി ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം അത് ശരിക്കും പ്രകാശിച്ചതാണ്. പക്ഷേ അതിന് ശ്രദ്ധിക്കത്തില്ല. ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. സത്യത്തോട് കാതടച്ചു കളയും. നമ്മൾ ഈ സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയിട്ട് കേൾക്കാത്ത പൊട്ട അണലി. അതുപോലെ എത്ര ഭംഗിയായി ദൈവവചനം വരച്ചു കട്ടിയാലും അബദ്ധത്തിന്റെ പുറകെ തിരിയും. പൗലോസ് അത് പറയുന്നുണ്ടല്ലോ, യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നതാണ്. ക്ഷുദ്രം ചെയ്ത് മയങ്ങിയതുപോലെ ദുരുപദേശത്തിന്റെ പുറകെ ഈ ജനം യാത്ര ചെയ്യുക. ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ക്ഷുദ്രം ചെയ്ത് മയക്കി. അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഈ വ്യാപാരം, ഈ പ്ലാനോ. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. വളരെ കൃത്യമായിട്ട് ഗ്രഹിക്കണം. വചനവിരുദ്ധതകളുടെ പുറകെ യാത്ര ചെയ്യരുത്, അബദ്ധങ്ങളുടെ പുറകെ യാത്ര ചെയ്യരുത്. അതിന് പിന്നിൽ പൈശാചിക മണ്ഡലമുണ്ട്. അപ്പൊ ഒന്നാമത്തെ അർത്ഥം, പ്ലാനോയുടെ ഒന്നാമത്തെ അർത്ഥം ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്. രണ്ടാമത്തെ അർത്ഥം, ലീഡ് ദ വേൾഡ് ഇൻടു ദ റോങ് വേ. വളരെ തെറ്റായ ഒരു വഴിയിലേക്ക്, വളരെ തെറ്റായ ഒരു ലെവലിലേക്ക് ഈ പൈശാചിക ലോകം ജനത്തെ നയിക്കും. സ്തോത്രം. അതാ നമ്മൾ ഈ എഫേസ്യ ലേഖനം 4:14 വായിക്കുന്നത്. അങ്ങനെ നാം ഇനിയും മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. കേട്ടോ? മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുക, ആ റോങ് വേയിലേക്ക് കൊണ്ട് തെറ്റിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2:20 വായിക്കുന്നുണ്ട്, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീ തെറ്റിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? ഈ സ്വാധീന ശക്തി എന്ത് ചെയ്യുന്നു? പറ. തെറ്റിച്ച് കളയുന്നു. അമ്മേ, തലമുറകൾ പിടിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ചരടുപൊട്ടി ഒരു പട്ടം പോലെ പറന്ന് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, തെറ്റിക്കുന്ന ഒരു വ്യാപാരത്തിന്റെ പിടി ആ തലമുറയുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഒരിക്കലും നിയന്ത്രിതമാകാത്ത ഒരു വ്യാപാര ശക്തി അതുങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെയുള്ള മേഖലകളെ പൊളിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് ആത്മനിറവിന്റെ ആരാധനയും പ്രാർത്ഥനയുമാണ്. ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇത് സഭയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. പറന്ന് നിന്ന് ആരാധിക്കുമായിരുന്നു. പക്ഷെ എത്രയോ കാലങ്ങളായി. ജാക്സൺ എത്ര ഭംഗിയായിട്ട് സൗണ്ട് അറേഞ്ച് ചെയ്യുന്നത്. ഈ ഏരിയ മൊത്തം സിസ്റ്റം വെച്ചേക്കുക. അവിടെ ഒരു സെറ്റ്, ഇതിനകത്തൊരു സെറ്റ്, പുറത്തൊരു സെറ്റ്, ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കിൽ പിന്നെ അങ്ങോട്ടെല്ലാം വെച്ചേക്കുക. ഇതെല്ലാം വെച്ച് അച്ചായനാണെങ്കിൽ യമഹയുടെ ഇലക്ട്രിക് ഡ്രം വെച്ച് അടിച്ചിട്ട് പോരാഞ്ഞിട്ട് റോളണ്ടിൻ്റെ വേറെണ്ണം കൂടെ അപ്പുറത്ത് വെച്ച് അടിക്കുക. ഇതെല്ലാം കൂടെ വെച്ച് അടിച്ചിട്ടും രക്ഷയില്ല. സ്വോത്രം. നമ്മൾ കൈയടിക്കത്തില്ല, നമ്മൾ സ്വോത്രം പറയത്തില്ല. അച്ഛാ, ഒരു വിടുതൽ വേണമെങ്കിൽ നിങ്ങൾ അറിയണം. യേശു പറഞ്ഞത് സാത്താൻ മിന്നൽ പോലെ താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. ഇത് താഴെ വീണപ്പോൾ ശിഷ്യന്മാർ പോയിടത്തെല്ലാം ഡെലിവറൻസാണ്. സ്വോത്രം. കേൾക്കുന്നുണ്ടോ? മിന്നൽ പോലെ താഴെ വീണു. ആ 70 പേര് ഇരണ്ടായിട്ട് പോയിടത്തെല്ലാം സൗഖ്യം. ഞാൻ പറഞ്ഞത് ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റിങ് താഴെ വീണു. പുറകാലം ഞാൻ വിശദീകരിക്കും. അത് താഴെ വീണപ്പോൾ അവിടെ എല്ലാം വിടുതലാ. ഞാൻ പറഞ്ഞത് കമ്മിറ്റിയും കൗൺസിലും മിനിറ്റ്സ് ഉള്ളിടത്തല്ല ടെറിട്ടോറിയൽ സ്പിരിറ്റുകൾ താഴെ വീഴുന്നത്. ആത്മനിറവിന്റെ അധികാരത്തിന്റെ അഭിഷേകത്തിന്റെ പറപ്പൻ ആരാധന ഉയരുന്നിടത്താണ്. അവിടെയാ ഡെലിവറൻസ്. അവിടെയാ ഡെലിവറൻസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ പ്ലാനോ ചെയ്യുന്നത് ജനത്തെ വഴിതെറ്റിക്കുക. ഈ പഴയ പാമ്പിനെ അവിടെ വിളിച്ചിരിക്കുന്ന 2 പേരുണ്ട്. പിശാജ്, 2 സാത്താൻ. പിശാജും സാത്താനും എന്ന പഴയ പാമ്പായ, അങ്ങനെ അവിടെ വായിക്കുന്നത്. അവിടെ പിശാജ് എന്ന് പറയുമ്പോൾ ഡയാബോളാസ്. ഡയാബോളാസ് എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കുന്നവൻ, അപവാദം പരത്തുന്നവൻ. എന്നാ കുറ്റം ആരോപിക്കുക. അടുത്ത പറഞ്ഞേ, ആ സ്റ്റോറീസ് ഉണ്ടാക്കും. സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എന്നാ സ്റ്റോറീസ് ഉണ്ടാക്കും. മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞങ്ങ് ഉണ്ടാക്കുക. യെശയ്യാപ്രവചനം 59 അങ്ങനെ ഒരു വാക്യമുണ്ട്. വ്യാജം ഗർഭം ധരിക്കുന്നത്. വ്യാജത്തെ ഗർഭം ധരിക്കുക. ഇല്ലാത്തൊരു കാര്യം ഉള്ളതുപോലെ അങ്ങ് ഗർഭം ധരിക്കുക. എന്നിട്ട് അതങ്ങ് പറഞ്ഞോളുക. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തെ പരിഹസിക്കുന്നവരല്ല, വിശ്വാസത്തിന്റെ സംരക്ഷകരാണ്. പൗലോസ് അങ്ങനെ പറഞ്ഞു, ഞാൻ നല്ലപോലെ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. അതാ ഇത് നമ്മുടെ പ്രതിജ്ഞയായിരിക്കണം. വിശ്വാസം കാക്കണം. സ്വോത്രം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, വിശ്വാസം കാത്തോണം എന്ന് പറഞ്ഞു. അപ്പോ അപവാദം പരത്തുന്നവൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു നെഗറ്റീവ് സ്റ്റോറിയും പരത്തുന്നത് ആത്മീയന് ഭൂഷണമല്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, നമ്മൾ സത്യം പറഞ്ഞില്ലേ ആരാണ് പിന്നത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന പുള്ളികളുണ്ട്. പക്ഷേ അർത്ഥം വെച്ച് നോക്കുമ്പോൾ അത് ഡയാബോളാസിൻ്റെ പണിയാണ്. അപവാദം പരത്തുന്നത്, സ്റ്റോറീസ് ഉണ്ടാക്കുന്നത് പിശാചിൻ്റെ പണിയാണ്. രണ്ടാമത്തെ വാക്ക സാത്താൻ. ഈ സാത്താന് പ്രതീകമായിട്ടാണ് ബൈബിളിൽ പലയിടങ്ങളിൽ ഈ പാമ്പെന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. 2 കൊരിന്ത്യർ 11:3 പറയുന്നുണ്ട്, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കണ്ടോ, ഈ പാമ്പിനെ പിശാചിനെ നിഴലായിട്ടാണ് പറയുന്നത്. സ്തോത്രം. അത് വെളിപ്പാട് പുസ്തകത്തിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന. അപ്പൊ ഒന്ന്, ഇത് കടിച്ചാൽ തെറ്റിക്കും. അത് പല വിധത്തിൽ തെറ്റിക്കും. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല. 2, ഇത് വഞ്ചിക്കും.
വെളിപ്പാട് പുസ്തകം 20:3 വായിക്കുന്നുണ്ട്. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും വഞ്ചിക്കും. സ്തോത്രം. അത് ഈ വഞ്ചന അന്നും ഇന്നും ഉണ്ട് കേട്ടോ. അത് ഭാവി കാലത്തും ഈ വഞ്ചന നടക്കും, ഇപ്പോഴും ഉണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 2:9 അത് പറയുന്നുണ്ട്. സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും വഞ്ചിക്കും. അത് വ്യാജമായ ശക്തി, വ്യാജമായ അടയാളം, വ്യാജമായ അത്ഭുതം, അനീതിയുടെ സകല വഞ്ചന. ഇതാ അതിൻ്റെ ഒരു പ്രത്യേകത. വഞ്ചിക്കും. ആമേൻ. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. അപ്പൊ ഇങ്ങനെ ഈ വ്യാപാരം ജനത്തിന്റെ നടുവിൽ ഇറങ്ങി ഈ വിധത്തിൽ ജനത്തെ വഞ്ചിക്കുമ്പോൾ ഇതിനുള്ള ഒരൊറ്റ റെമഡിയേ ഉള്ളൂ. അത് മനുഷ്യപുത്രനെ ഉയർത്തുക എന്നുള്ളതാണ്. ഒരാമേൻ പറഞ്ഞേ. യേശുവിനെ ഉയർത്തണം. എല്ലാവരും കൂടെ പറഞ്ഞേ. എന്നാ? ഒന്നുകൂടെ പറ. യേശുവിനെ ഉയർത്തുന്നത് എങ്ങനെയാ? യേശുവിനെ ഉയർത്തുന്നത് എങ്ങനെയാ? അതിനൊരു 3 വിധമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രൂശിലാണ്. യേശു ക്രൂശിൽ ഉയർത്തപ്പെട്ടു. അത് യോഹന്നാന്റെ സുവിശേഷം 8:28 വായിക്കുന്നത്. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നുവെന്നും അറിയും. എപ്പോഴാ? നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം. അത് കുരിശിലാണ്. രണ്ടാമത് ഉയർത്തുന്നുണ്ട്. അത് പുനരുത്ഥാനത്തിലാണ്. എഫെസ്യ ലേഖനം 1:20. അങ്ങനെ അവന് ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിൽ വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴെ ആക്കി അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. സ്തോത്രം. അപ്പൊ പുനരുത്ഥാനത്തിലും ക്രിസ്തു ഉയർത്തപ്പെട്ടതാണ്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്തു ക്രൂശിൽ ഉയർത്തപ്പെട്ടു. അത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. 2, ക്രിസ്തു പുനരുത്ഥാനത്തിൽ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങ് ഉയർത്തപ്പെട്ടു കേട്ടോ, സകലത്തിനും മീതെ. എഫെസ്യ ലേഖനം 4 വായിക്കുന്നുണ്ട്, സ്വർഗത്തിനും മീതെ ഇറങ്ങി എന്നതിനാൽ കയറി എന്ന് വരുന്നില്ലയോ? കയറിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനും മീതെ കയറി. എന്താ പാസ്റ്റേ സ്വർഗത്തിനും മീതെ എന്ന് പറഞ്ഞാൽ? ഈ ബൈബിൾ 3 സ്വർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ആ മനുഷ്യൻ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ 3-ാം സ്വർഗം അതന്നെ. ഈ 3-ാം സ്വർഗം പറയാം. 1-ാം സ്വർഗം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ഹെവൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്കൈ ഹെവൻ എന്നതിനെ വിളിക്കാം. അതായത് നമ്മുടെ തലയ്ക്ക് മീതെ കാണുന്ന ആകാശമണ്ഡലം, അതാണ് 1-ാം സ്വർഗം. 2-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനും മീതെയുള്ള സ്റ്റാറി ഹെവനാണ്, നക്ഷത്രമണ്ഡലം. കർത്താവ് യേശു പോയത് അറ്റ്മോസ്ഫിയറിക് ഹെവനിലേക്കല്ല, സ്റ്റാറി ഹെവനിലേക്കുമല്ല, നക്ഷത്രമണ്ഡലത്തിലേക്കല്ല, അതിനും മീതെ. അതാ പറയുന്നത്, സ്വർഗത്തിനും മീതെ, അതിനും മീതെ കയറി. ഓ, ഒരാമയും പറഞ്ഞിട്ട് ഈ നക്ഷത്രമണ്ഡലങ്ങൾക്ക് മീതെ എന്നൊക്കെ പറയുമ്പോൾ കെ.വി. സൈമൺ സാറ് എഴുതിയൊരു മനോഹരമായ പാട്ടുണ്ട്, ഡി മൈനർ. കെ.വി. സൈമൺ സാർ എഴുതിയ മനോഹരമായൊരു പാട്ട്. അത് റാപ്ചറുമായി ബന്ധപ്പെട്ട്, ഉൽപ്രാപണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി, 1000 കോടി വാനഗോളങ്ങൾ
താണ്ടി പോയിടും നിൻ മാർഗമൂഹിയാവതു കാണും ഗഗന തലമതു മനുജഗണനെയും അതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമഹി വാഴ്ത്താനാവതു സൗഖ്യം ലേശമെങ്കിലും ഉരപ്പാനാവതു. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? എ മേജർ. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? 1000 കോടി വാനഗോളങ്ങളെ താണ്ടി. സ്വോത്രം. അങ്ങനെ നമ്മൾ പോന്നേ. ഒരാമേ പറഞ്ഞു. ചിലരുടെ മുഖം കണ്ടിട്ട് ചിട്ടിക്കമ്പനി പൂട്ടിയതുപോലെ ഇരിക്കുന്നത്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി നമ്മൾ പോകും. കർത്താവിനോടൊപ്പം ഉള്ള ഒരു യാത്ര. Glory to God. Glory to God. അങ്ങനെ അതെന്നെ പോക്കായിരിക്കുക. നമ്മള് കാണാൻ വാഞ്ചിച്ച ശുദ്ധർ. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, മേജറ. കാണാൻ വാഞ്ചിച്ച ശുദ്ധരെ കാണാൻ എന്തോരാനന്ദം അന്നാളിൽ ഉണ്ടാകും. നമ്മളാ കാണാൻ വാഞ്ചിച്ച ശുദ്ധരെയൊക്കെ കണ്ട് എനിക്ക് ആ കാര്യം പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മരിച്ചവർ മുൻപേ ഉയർക്കും. പക്ഷെ അവർ വെയിറ്റിംഗ്. മരിച്ചവർ മുൻപേ ഉയർക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെടുമെന്ന് അവിടെ എഴുതിയിട്ടില്ല, ഞാൻ ചേർത്ത് പറയുക. എന്നിട്ട് അവരോട് ഒരുമിച്ച് പോകാൻ നേരത്ത് ഒന്നിച്ച പോകുന്നത്. മരിച്ചവർ മുൻപേ ഉയർക്കും, പക്ഷെ പോകാൻ നേരത്ത് ഒന്നിച്ച പോകുന്നത്. അപ്പച്ചന്റെ ഒക്കെ കയ്യെ പിടിച്ച്, കൃപയിൽ നിന്ന് അമ്മച്ചിയുടെ ഒക്കെ കയ്യെ പിടിച്ചൊരു പോക്കുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. അയ്യോ, അങ്ങനെ പഴയ ഭക്തന്മാര്. എൻ്റെ ഗ്രാൻഡ് ഫാദർ 1.5 വയസ്സുള്ളപ്പോൾ വിശ്വാസത്തിൽ വന്നതാ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അമ്മച്ചി. ഞാൻ എൻ്റെ വല്യപ്പച്ചൻ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല, നാട്ടിലും വഴക്കുണ്ടാക്കിയിട്ടില്ല, സഭയിലും വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒരാളോട് കയർത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വീട്ടിലും കണ്ടിട്ടില്ല, നാട്ടിലും കണ്ടിട്ടില്ല, സഭയിലും കണ്ടിട്ടില്ല. അപ്പൊ ഈ ഭക്തന്മാരായിട്ടുള്ള ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, പൗലോസ്, പത്രോസ്, യോഹന്നാൻ, ഇങ്ങനെയുള്ള വിശുദ്ധന്മാരോടൊക്കെ ഒരുമിച്ച് അവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുക, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. എന്നിട്ട് അവരോടൊരുമിച്ച് നമ്മൾ പോവുക. ഇതിലെല്ലാറ്റിനും വലിയ സന്തോഷം എന്നാണെന്നറിയോ? സ്തോത്രം. 2 Thessalonians 2 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പ്രത്യക്ഷനാകുകയും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കപ്പെടുകയും ചെയ്തിട്ട് അവിടെ ഒരു സമാഗമനമുണ്ട്. ഈ സമാഗമനം എന്ന് പറയുമ്പോൾ എപ്പിസുനഗോഗെ, അതാ പദം, ഗ്രീക്ക് പദം അതാ, എപ്പിസുനഗോഗെ. എപ്പിസുനഗോഗെ എന്ന് പറഞ്ഞാൽ ഗ്യാദറിംഗ് ടുഗദർ ഇൻ വൺ പ്ലേസ്. നാമും കർത്താവും കൂടെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടും. അതാ ഈ മധ്യാകാശം എന്ന് പറയുന്നത്. പിന്നെ അവിടെ തുടരുകയല്ല കേട്ടോ, അവിടെ നിന്നൊരു പോക്ക. അതാ KV സൈമൺ സാർ പാടിയേ, 1000 കോടി വാനഗോളങ്ങളെ താണ്ടി ഒരു പോക്ക. അത് വേറൊരു പാട്ട് നമ്മൾ പാടുന്നുണ്ട്, ഇച്ചിരൂടെ ക്ലാരിറ്റി. സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ. ഒന്ന് പാടി നോക്കി. സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ. ആ പാളുന്നു നദീതീരെ ജീവവൃക്ഷത്തിൻ തണലിൽ. എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാ. സൂര്യചന്ദ്രന്മാരെ കടന്ന്, താരങ്ങളെ കടന്ന്, അവിടെ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയി.
1000 കോടി വാനകോളങ്ങളെ താണ്ടി എന്ന് പറയുന്നതിനേക്കാൾ ക്ലാരിറ്റിയാ. സൂര്യചന്ദ്രന്മാരെ കടന്ന് സ്വർഗനാട്ടിൽ. സൂര്യൻ എവിടെ നിൽക്കുന്നത്? അതിനെയും കടന്ന്. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ രാമൻ പറ. ചന്ദ്രൻ എവിടെ നിൽക്കുന്നത്? അതിനെയും കടന്ന് നമ്മൾ പോകുന്ന ഒരു യാത്രയുണ്ട്. താരങ്ങളെ കടന്ന്, സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന് അങ്ങ് സ്വർഗനാട്ടിൽ ആ പളുങ്ക് നദീതീരത്തിൽ ജീവവൃക്ഷത്തിന്റെ തണലിൽ ഹല്ലേലൂയ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചാട്ട് മനസ്സും ഹൃദയവും തുറന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ആമേൻ, ആമേൻ. നമ്മൾ ഇവിടെ ഒന്ന് പോകും. യേശു അവിടേക്കാ പോയേക്കുന്നത്. നമ്മൾ എവിടാനോ പോകാനിരിക്കുന്നത് അവിടേക്ക്. നമ്മളെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തണ്ടേ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് അങ്ങോട്ട് പോയേക്കുക. യേശു ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്താൻ അങ്ങോട്ട് പോയേക്കുക. ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് അങ്ങോട്ടാ പോകുന്നത്. യേശു ഇരിക്കുന്ന ഇടത്തേക്ക് ജീസസ്. അതാ ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിലല്ല, സ്വർഗത്തിലല്ല, അതിനും മീതെ ജീസസ്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? Above all heavens. അങ്ങനെ KJV എഴുതിയിരിക്കുന്നത് above all heavens. അത് വേറൊരു ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നത് above the highest of heaven. ഏറ്റവും ഉയരത്തിലുള്ള സ്വർഗത്തിലേക്ക്. ഹല്ലേലൂയ. അത് വേറൊരു ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നത് who went into the highest heaven. ഏറ്റവും ഉയർന്ന സ്വർഗത്തിലേക്ക്. അത് വേറൊരു ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? above and beyond the heavens. നഷ്ടപ്പെടുത്തരുത് ഇത്, കേട്ടോ? ഞാൻ പിന്നെയും പറയാം, നഷ്ടപ്പെടുത്തരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, നഷ്ടപ്പെടുത്തരുത്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് പിടിച്ചിട്ട് പറ, നഷ്ടപ്പെടുത്തരുത്. ഒന്ന് പറഞ്ഞേ, നഷ്ടപ്പെടുത്തരുത്. അതൊരു ഒരു കണക്ഷന് വേണ്ടി ഒന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ആമേൻ. അപ്പൊ അവിടുന്ന് സ്വർഗാദി സ്വർഗത്തിനും മീതെ ഉയർത്തപ്പെട്ടു. കുരിശിൽ ഉയർത്തപ്പെട്ടവൻ സകലത്തിനും മീതെ ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ രണ്ട് ഉയർപ്പുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു.
ഒന്ന് കുരിശിൽ ഉയർത്തപ്പെട്ടു, 2 പുനരുത്ഥാനത്തിൽ ഉയർത്തപ്പെട്ടു. മൂന്നാമത്തെ ആ ഉയർത്തപ്പെടലുണ്ടല്ലോ, യോഹന്നാൻ 12:32 അവിടെ പറയുക, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആരാ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നറേഷനിലാണ്. ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ. സ്വതന്ത്രം ഫസ്റ്റ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്ക് ഈ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാ ദിവസവും 6:30 തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും മെസ്സേജ് വേണം. അങ്ങനെ എല്ലാ ദിവസവും മെസ്സേജ് ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ഈ വേദി കയറുമ്പോൾ ഇന്ന് ഏതാ പറയണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. ആ മെസ്സേജിൻ്റെ ക്ലാരിറ്റി ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാം, ഒന്നിൽ വോർഷിപ്പ് ലീഡർ ഒരു വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്നവർ ഒരു വാക്ക് പറയുമ്പോൾ, അധ്യക്ഷൻ ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആകും. നമ്മുടെ മനസ്സിലുള്ള സാധനം അത് തന്നെയാണ് പറയേണ്ടതെന്ന്. ഇന്ന് ഞാൻ ഈ മെസ്സേജുമായിട്ട് ഇവിടെ വരുമ്പോൾ പാസ്റ്റർ ഇൻട്രൊഡക്ഷനിൽ ഈ വാക്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് ഇവിടെ പറയേണ്ട ദൂതിതാ. കാരണം അത് ദൈവത്തിൻ്റെ സെറ്റിംഗ് ആണ്, ദൈവത്തിൻ്റെ ഒരു 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 എന്താ കണക്ഷന്. പ്രസംഗകനെ ഉറപ്പിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്, ഇത് തന്നെയാണ് പറയേണ്ടത്. ആമേൻ. നമ്മൾ ഒന്നും സംസാരിച്ചില്ലല്ലോ, ഇല്ല, അങ്ങ് പറഞ്ഞതാ, അത് കണക്ഷനാണ്. അപ്പം മോശ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു സംഭവമാണ്. പക്ഷെ ഇവിടെ പറയുക, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ, അത് സുവിശേഷ പ്രസംഗത്തിലൂടെയാണ്. ഹല്ലേലൂയ. എന്തിനാ ഇത്രയും സൗണ്ട് സിസ്റ്റം? എന്തിനാണ് ഈ കോളാം വിദേശം മുഴുവൻ വെച്ച് കെട്ടിയിരിക്കുന്നത്? എന്തിനാണ് ഇത്രയും സംവിധാനം? എന്തിനാ ലൈറ്റ്? എന്തിനാ നിങ്ങളെല്ലാം വിളിച്ചു വരുത്തിയേ? എന്തിനാണ് ആണ്ടോടാണ്ട് ഈ യോഗം നടത്തുന്നത്? ഞാൻ പറയട്ടെ, ഒറ്റ ഉദ്ദേശം, മനുഷ്യപുത്രനെ ഉയർത്തണം. പ്രസ്ഥാനമല്ല, നേതൃത്വമല്ല, ആമേൻ, വീണുപോയവനെ കുറിച്ചല്ല, ഒറ്റയാളെ ഉയർത്താൻ വേണ്ടിയാ. യേശുവിനെ ഉയർത്തണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവനുള്ള കാലം മുഴുവൻ ഇത് ചെയ്യണം. ഡോക്ടർ ഏഴംകുളം സാങ്കുട്ടി എഴുതിയ ഒരു പാട്ടുണ്ട്, പാടുന്നില്ല, ഞാൻ പറയാം. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. അത് ആ വരികൾ അസാധാരണ വരികളാണ് കേട്ടോ. ജീവനുള്ള കാലം മുഴുവൻ വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന കുഞ്ഞാടിനെ സ്തുതിക്കും. അത് ആരാധനയാണ്. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പായിടുമ്പോൾ ഉണ്ടാകുന്നതല്ല ആരാധന. ബ്ലസ് മാമിനോട് ഒരു പാട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിൽ ആയതിനാൽ. അബി കീബോർഡെ കൈവെക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല ആരാധന, അത് സഹായം മാത്ര. ഇവിടെ ഈ സഹോദരങ്ങൾ പാടാൻ കയറി നിൽക്കുമ്പോൾ പാട്ടിനകത്ത് ഉണ്ടാകുന്ന താളമേളങ്ങളിൽ തോന്നുന്ന ഒരു ഫീലല്ല ആരാധന, ജീവിതം ആരാധന. ജീസസ്. അത് ഇവിടെയൊക്കെ ഇതുപോലുള്ള അന്തരീക്ഷത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആരാധന ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നതേ ഉള്ളൂ. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, നമ്മൾ കൃഷിപ്പണി ചെയ്യുമ്പോൾ, മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ, ജീവിതമാണ് ആരാധന. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നിങ്ങളുടെ ലൈഫ് മുഴുവൻ ദൈവത്തെ ആരാധിക്കാനുള്ളതാണെന്ന് ബൈബിൾ പറയുന്നത്. പറയാൻ പറ്റുന്നവരെന്ന് പറഞ്ഞു, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? തന്നെ അടുത്തോടെന്ന് പറഞ്ഞു, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. ഞാൻ ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കും. ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. ആ വരി മാത്രം ഒന്ന് പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന,
ഞാൻ യേശുവിനാലയമായി, എന്റെ ജീവിതമാണ് എന്റെ ആരാധന. ഞാൻ യേശുവിൽ ആയതിനാ ജീവിതം കൊണ്ട് ആരാധിക്കണം. ഞാനിത് പറഞ്ഞു എന്തിനെന്നറിയോ? ജീവിതം ആരാധനയാ. അതുപോലെ തന്നെ ജീവിതം കൊണ്ട് യേശുവിനെ ഉയർത്തണം. അങ്ങനെ കൊതിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിനെ ഉയർത്തണം. ഉച്ചത്തിൽ പറ എന്നാ? യേശുവിനെ. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയാം. ജാക്സനെ വിളിച്ചില്ലെങ്കിലും, ജാക്സനെ വിളിക്കുമ്പോഴല്ലേ സബ് 4 പിന്നെ പുറത്ത് അവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇടിക്കുന്ന സാധനം, നെഞ്ചും കൂട് തകർക്കുന്ന ഇടി. ലൈനറെ ഒന്നും കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിലും, ഡിജിറ്റൽ മിക്സർ ഇല്ലെങ്കിലും, പാസ്റ്റർ അനീഷ് കാവാലവും പാസ്റ്റർ ഷമീറും പാസ്റ്റർ അജി ഐസക്കും പാസ്റ്റർ റെജിയും പാസ്റ്റർ സജോയും ഒന്നും വന്നില്ലെങ്കിലും, നിങ്ങളുടെ ചർച്ചിലെ ആ ഡൈനാടെക്കിൻ്റെ കൊച്ചു പെട്ടിയുണ്ടല്ലോ, സ്പീക്കർ, അതെടുത്തുകൊണ്ട് വന്ന് 2 ട്യൂബും കത്തിച്ചിട്ട് വീടിൻ്റെ മുറ്റത്ത് യേശുവിനെ ഉയർത്തണം. ഉയർത്തണമെന്ന് ദൈവം നിങ്ങൾക്ക് തന്ന സുന്ദരമായ ഭവനമില്ലേ, അതിൻ്റെ മുറ്റത്ത് ഒരിക്കലെങ്കിലും യേശുവിനെ ഉയർത്തണം. ഒന്നുകൂടെ ഞാൻ പറയാം, ആ വീടിൻ്റെ മുറ്റത്ത് ഒരിക്കലെങ്കിലും യേശുവിനെ ഉയർത്തണം. നാട്ടുകാർ കേൾക്കട്ടെ. അതിന് സാധ്യമായി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. ഈ പൗലോസ് കപ്പൽ ഛേദത്തിലാകപ്പെട്ടിട്ട് ദ്വീപിൽ കയറിയപ്പോൾ എല്ലാവരും വിറക് ഇറക്കിയിട്ട് പൗലോസ് ഒരു വിറക് ഇറക്കിയിട്ട് ഒരു വിറകം പെടുത്തിടാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ചെയ്യണം സുവിശേഷത്തിന് വേണ്ടി. രാമൻ പറ, പോരാ പോരാ, ശബ്ദം ഉയർത്തി പറ. കർത്താവ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ 1 ഗ്ലാസ് തണ്ണീര് കുടിപ്പാൻ കൊടുത്താൽ, ഇത് ഏതാണ്ട് ഇട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ, അതിന് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനിയും ചായപ്പൊടി ഇട്ടില്ലേലും കാപ്പിപ്പൊടി ഇട്ടില്ലേലും പാലൊഴിച്ചില്ലേലും ഈ പറയുന്ന ദാഹശമനിയുടെ സാധനങ്ങളൊന്നും ഇട്ടില്ലേലും കിണറ്റി കിടക്കുന്ന 1 ഗ്ലാസ് പച്ചവെള്ളം കോരി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്താൽ, കർത്താവ് പറയും, ഈ ലോകത്തിൽ 100 മടങ്ങും. ഒരു ചെലവില്ലാത്ത കിണറ്റിലെ വെള്ളം കോരി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്താൽ ഈ ലോകത്തിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ. അതാ കർത്താവിൻ്റെ നീതി. അതുകൊണ്ട് യേശുവിനെ ഉയർത്താൻ ഒരാൾ മനസ്സ് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ദൈവം ആദരിക്കാതിരിക്കത്തില്ല. ആദരിക്കും, ഭംഗിയായി ആദരിക്കും. ഗ്ലോറി ടു ഗോഡ്. ശബ്ദം ഉയർത്തി കർത്താവിനെ ഉച്ചത്തിലൊന്ന് ആരാധിച്ചാട്ട്. അപ്പൊ യേശുവിനെ ഉയർത്തണം. അതിനെ സുവിശേഷ പ്രസംഗം. യേശുവിനെ ഉയർത്തണം. പാസ്റ്റർ, യേശുവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ യോഗം നടത്തിയാൽ മതിയോ? പോരാ. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ വെളിപ്പെടുത്തണം. യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ച അറ്റോൺമെന്റ്, പാപപരിഹാരത്തെ വെളിപ്പെടുത്തണം. യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനെ വെളിപ്പെടുത്തണം. യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് വെളിപ്പെടുത്തണം. യേശു ക്രിസ്തുവാണ് രക്ഷകനെന്ന് വെളിപ്പെടുത്തണം. ക്രൂശിന്റെ സന്ദേശത്തെ പറയണം. സ്വോത്രം സ്വോത്രം സ്വോത്രം. അതല്ല പൗലോസ് പറഞ്ഞു, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. പൗലോസ്, അങ്ങേക്ക് വേറെ പലതും അറിയത്തില്ലേ? അറിയാം. അദ്ദേഹത്തിന് ഭാഷ അറിയാം, അദ്ദേഹത്തിന് ദൈവശാസ്ത്രം അറിയാം, അദ്ദേഹത്തിന് സാഹിത്യം അറിയാം. പക്ഷേ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യത്തെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പറയുന്നത്, ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും ക്രൂശ് മറയാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഷാശൈലി വേണ്ടാന്ന് വെച്ചു. കേട്ടോ, പ്രസംഗകനിലേക്ക് ജനം ആകർഷിക്കപ്പെടാതിരിക്കാൻ പ്രസംഗത്തിന്റെ ശൈലി വേണ്ടാന്ന് വെച്ചെന്ന്. യേശുവിനെ ഉയർത്തുക. ഉയർത്തപ്പെടാൻ യേശുവാണ് യോഗ്യൻ. ഈ 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളുണ്ട്. ക്രൈസ്റ്റ് നെവർ സിൻഡ് ബട്ട് ഗോഡ് ട്രീറ്റഡ് ഹിം ആസ് എ സിന്നർ. അവിടുന്ന് പാപം ചെയ്തില്ല, പക്ഷേ
ദൈവം യേശുവിനെ പാപിയെ പോലെ ട്രീറ്റ് ചെയ്തു. വിക്കേറിയസ് ഡെത്ത്, പകരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടാണ് പകരമായിട്ടുള്ളത്. ഇങ്ങനെ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായിട്ട് പകരം മരിച്ച ഒരുവൻ ഉലക ചരിത്രത്തിലല്ല, അത് ക്രൈസ്റ്റ് മാത്രമാണ്. അത് പറയണം, അത് പറയണം. സ്തോത്രം, അത് പറയണം. അവിടുത്തെ പാപമില്ലാത്തവനാണ്. എബ്രായ ലേഖനത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. സ്തോത്രം, പാപമില്ലാത്തവനാണ്, പവിത്രനാണ്, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. അവിടെ ഈ പവിത്രൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതിൻ്റെ പദം ഹോളി. കർത്താവ് ആരാ? ഹോളി, വിശുദ്ധൻ, പവിത്രൻ, നിർദോഷൻ, സമം, ഇന്നസെന്റ്, നിർമ്മലൻ, ഫോൾട്ട്ലെസ്. സ്തോത്രം. പാപികളോട് വേർപെട്ടവൻ എന്ന് പറയുമ്പോൾ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സിന്നേഴ്സ്, ഒരൊറ്റ പാപിയാലും സ്വാധീനിക്കപ്പെടാത്തവൻ. ഇതാ ക്രൈസ്റ്റ്. ഈ ക്രിസ്തുവിനെ ഉയർത്തണം. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. ഈ ക്രിസ്തുവിനെ ഉയർത്തണം. ദൈവം തന്ന സമ്പത്തുമുണ്ട്, ദൈവം തന്ന ആരോഗ്യമുണ്ട്, ദൈവം തന്ന കഴിവുകൊണ്ട്, ദൈവം തന്ന താലന്തുകൾ കൊണ്ട്, ദൈവം തന്ന സർവസ്വവും കൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തണം. ജീസസ്. മിനിസ്ട്രി എന്ന് പറയുന്നത് കൺവെൻഷൻ പ്രസംഗം മാത്രമൊന്നുമല്ല. പല ടൈപ്പ് മിനിസ്ട്രികളുണ്ട് കേട്ടോ. പാട്ട് മാത്രമല്ല മിനിസ്ട്രി. സ്തോത്രം. റെയിൽവേ ട്രാക്കിലൂടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ റെയിൽവേ ട്രാക്കിലൂടെ നടന്നിട്ട് മിനിസ്ട്രി ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്കങ്ങനെ ഒരാളെ അറിയാം. 13 പേരെ ആത്മഹത്യ എന്ന് രക്ഷിച്ചു. ഒരു മിനിസ്ട്രിയാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരാളുടെ കാഴ്ചപ്പാടുണ്ട്. വിരസമായ റെയിൽവേ ട്രാക്കിലൂടെ നിരന്തരമായി യാത്ര ചെയ്യുക, നടക്കുക, നടന്നിട്ട് അതൊരാളുടെ ബേർഡന്. എന്നോട് ഒരാൾ പറഞ്ഞു, പാസ്റ്റേഴ്സ് കിഡിന് വേണ്ടി, PK എന്ന് പറയും, പാസ്റ്റേഴ്സ് കിഡ്, PK, പാസ്റ്റർമാരുടെ മക്കൾക്ക് വേണ്ടി ഒരാളുടെ ആത്മഭാരമാണ്, മിനിസ്ട്രി. അത് ഒരാൾ പാസ്റ്റേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ചിലർ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചിലർ സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മിനിസ്ട്രിയാണ്. ചിലർ ചർച്ചിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരാളുടെ മിനിസ്ട്രിയാണ്. ചിലരിതൊന്നുമല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇപ്പോൾ വെട്ടിയാർ വന്ന് ഒരു മുറി എടുത്ത് അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക, ആരും അറിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ശുശ്രൂഷകരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ കഴിവുള്ളത് അത് കർത്താവിന് വേണ്ടി ഒരാമേൻ പറ. ഉയ്യോ, ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്യണം. അതാ നമ്മൾ ഈ പ്രതിഫലം തന്നിടുവാനെന്ന് പാടുന്നത്. കർത്താവ് പ്രതിഫലം തരാൻ വരുന്ന ഒരു ദിവസമുണ്ട്. അപ്പോ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തിടാൻ പോകുക. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ഞാൻ പറഞ്ഞത് സർവത്തിനുമുള്ള റെമഡി കിടക്കുന്നത് വഞ്ചനയ്ക്ക്, ചതിവിന്, പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ, കുടുംബത്തകർച്ചയുടെ, മദ്യപാനാസക്തികളുടെ, ഡ്രഗ് അഡിക്ഷന്റെ, രോഗങ്ങളുടെ സകലതിന്റെ റെമഡി കിടക്കുന്ന ഒരേ ഒരിടം ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അതാ നമ്മൾ ഉറക്കെ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ചിലർക്കത് കേൾക്കുന്നതേ അലർജിയാ. നിങ്ങൾ വേറെ എന്തും പറഞ്ഞോ ഈ വാക്യം പറയില്ലേ? ഞങ്ങൾ ഉറക്കെ പറയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഉച്ചത്തി പറ, മറ്റൊരുത്തനിലും. ആ കാരണം ഇങ്ങനെ ഉയർത്തപ്പെട്ട ഒരുത്തൻ വേറെ ഇല്ലെന്ന്. യേശുവാണ് രക്ഷകൻ, യേശുവിലാണ് രക്ഷ, യേശുവിലാണ് വിടുതൽ, യേശുവിലാണ് ഉദ്ധാരണം, യേശുവിലാണ് പാപക്ഷമ, യേശുവിലാണ് ഡെലിവറൻസ്. ഓ ജീസസ്. സന്തോഷമായിരിക്കുന്ന ആത്മാവിൽ കരമുയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം യേശുവിലാണ്. എന്തു നല്ലോ സഖി യേശു, പാപ ദുഃഖം വഹിക്കും,
എല്ലാം യേശുവോടും ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ അവസാനത്തെ കുത്തിട്ട് നിർത്താൻ തുടങ്ങുമ്പോ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, വല്ല ഉണ്ടോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മാനസിക ഭാരം? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ 3 അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. ബോധതലം, ഉപബോധതലം, അപബോധതലം. ബോധതലം കാണുന്നത്, ചിന്തിക്കുന്നത്, അറിയുന്നത് ഒക്കെയാണ്. ഇത് എൻ്റെ ബോധതലത്തിലാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബോധതലത്തിലാണ്. ഇപ്പം ലൈവായിട്ടുള്ളതെല്ലാം ബോധതലമാണ്. ഉപബോധതലം എന്ന് പറയുന്നത് എന്നോ ഒരിക്കൽ സംഭവിച്ചതാണ്. അത് നമ്മുടെ ആ ഓർമ്മയിൽ നിന്ന് ഇപ്പോൾ മാഞ്ഞിട്ടുണ്ട്. പക്ഷെ ആവശ്യത്തിൽ അത് ആക്റ്റീവാകും. ഈ ചിലപ്പോൾ ഈ ചില ഗന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വരത്തില്ലേ? ഓർക്കുന്നുണ്ടോ? പെർഫ്യൂം, ചില സോപ്പുകൾ, പൗഡറുകൾ, അങ്ങനെയൊക്കെ. ചിലപ്പോൾ ഈ ഇതൊക്കെ പെട്ടെന്ന് വളരെ ഒരാളെ അങ്ങ് ദുഃഖിപ്പിക്കുന്നത് പോലെയൊക്കെയാണ്. അപ്പൻ മരിച്ചപ്പോൾ ഉപയോഗിച്ച സ്പ്രേ, അമ്മ മരിച്ചപ്പോൾ അടിച്ച സ്പ്രേ, അത് വീണ്ടും ആ സ്മെല്ല് വരുമ്പോൾ പെട്ടെന്ന് ഒരു വല്ലാത്ത ഭാരം വന്നങ്ങ് മനസ്സിൽ കയറി നിൽക്കും. അത് പെട്ടെന്ന് അങ്ങ് കണക്റ്റാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് ഉപബോധതലമാണ്. അത് ചില ഭാരങ്ങളായി, നിരാശകളായിട്ടൊക്കെ ഇങ്ങനെ കിടക്കും. എന്നാൽ അപബോധതലം, ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഓർമ്മയിൽ പോലും ഇല്ല. ഇതിങ്ങനെ ഓർത്തെടുക്കാൻ പോലും പറ്റത്തില്ല. അത് ഭയങ്കര പെയിൻ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പം അത് മറന്ന് മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് അങ്ങ് ഞെരിഞ്ഞിറങ്ങി. അത് ഇപ്പോൾ അത് ചില രോഗങ്ങളായിട്ട്, മൈഗ്രെയിൻ പോലെ, ചിലപ്പോൾ ശ്വാസതടസ്സം പോലെ, ചിലപ്പോൾ ചില ശരീരത്തിലെ വേദന, നടുവേദന പോലെയൊക്കെയുള്ള വേദനകൾ പോലെ, ചില അലർജികൾ പോലെയൊക്കെ ചില വ്യക്തികളിൽ പെട്ടെന്ന് ഉണ്ടാകും. അത് എന്നോ ചില കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ചില അസാധാരണ ആന്തരിക മുറിവുകളുടെ പരിണിത ഫലമാണ്. ആമേൻ. കാരണം കണ്ടെത്താൻ കഴിയാത്ത ചില കാര്യങ്ങൾ. എന്തുകൊണ്ട് അലർജി അറിയില്ല, പക്ഷെ അതിങ്ങനെ ആ പഴയ പ്രശ്നം അതിങ്ങനെ ഒരു രോഗമായിട്ട് ഡെവലപ്പായിരിക്കുക. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങളുടെ ബോധതലത്തിലും നിങ്ങളുടെ ഉപബോധ തലത്തിലും നിങ്ങളുടെ അപബോധ തലത്തിലും നിങ്ങളെ വല്ലാതെ കാർന്ന് തിന്നുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന നിങ്ങളുടെ പ്രോബ്ലം എന്ത് തന്നെയായിരുന്നാലും ഇന്ന് രാത്രി അതിന് പരിഹാരം തരുന്നവന് ഈ രാത്രി ഉയർത്തുക. നോക്കിയാൽ മതി കേട്ടോ, യേശുവിലേക്കൊന്ന് നോക്കിയാൽ മതി. യേശുവിലേക്കൊന്ന് നോക്കി. അങ്ങനെ ഒരു പാട്ടുണ്ട്, യേശുവെ നോക്കുക കുഞ്ഞാടെ വീക്ഷിക്കുക. ഒന്ന് നോക്കിയാൽ മതി. ഇന്ന് രാത്രി ഹൃദയവും മനസ്സും ആത്മതലങ്ങളും തുറന്ന് ഒന്ന് നോക്കിയാൽ നിന്റെ അഡിക്ഷനുകളുടെ ആ കെട്ടുകളെ ഈ രാത്രി ദൈവം പൊട്ടിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് ആരാധിച്ചോ. ആ ഡ്രഗ്സിന്റെ അഡിക്ഷനുകള്, ആ ഇന്റർനെറ്റ് അഡിക്ഷന്, ആ ഡിവൈസുകളുടെ ഗാഡ്ജറ്റ് അഡിക്ഷനുകള്, സീരിയൽ അഡിക്ഷനുകള്, ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ആ മാനസിക വ്യഥകളെ, മരിച്ചപ്പോലും മറക്കത്തില്ലെന്ന് പറയുന്ന ആ സംഘർഷങ്ങളെ ഇന്ന് രാത്രി എന്റെ കർത്താവിന് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നിയോഗത്തിന്റെ ദൈവശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ് കരമടിച്ച് ആരാധിക്കാൻ കരുത്തുള്ളവർ ആത്മാവിലൊന്ന് ആരാധിച്ചാണ്. ഇന്ന് രാത്രി യോഗസ്ഥലത്ത് വലിയ ഡെലിവറൻസുകൾ ദൈവത്തിന്റെ ആത്മാവ് തുറന്നിടുക കേട്ടോ. വലിയ ഡെലിവറൻസുകൾ, ചിലരുടെ മനോതലങ്ങൾ,
ചിലരുടെ ആത്മതലങ്ങൾ ഇന്ന് രാത്രി വിടിവിക്കപ്പെടുന്നു. ചിലരുടെ ചിന്താമേഖലകൾ ഇന്ന് രാത്രി വിടിവിക്കപ്പെടുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എല്ലാ സൂയിസൈഡ് ടെൻഡൻസികളും ഇന്ന് രാത്രി ചില വ്യക്തികളെ വിട്ട് മാറിപ്പോകുന്നു. നാട് വിട്ട് പോകണമെന്നുള്ള ചിന്ത, ആ വെറുപ്പ്, എന്തിനോടുമുള്ള പക, എന്തിനോടുമുള്ള വിദ്വേഷം ഇന്ന് രാത്രി ചില വ്യക്തികളെ വിട്ട് മാറുന്നു. ഈ രാത്രി നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിനെ നോക്ക്. ഡെലിവറൻസ് ഉണ്ടാകട്ടെ. സാധാരണ നിലയിലുള്ള വിടുതലല്ല, അസാധാരണ നിലയിലുള്ള വിടുതൽ ഉണ്ടാകട്ടെ. യേശു എവിടെ ഉയർത്തപ്പെടുന്നു അവിടെ ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകും. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, യേശുവിനെ നിരന്തരമായി ഇവിടെ ഉയർത്തിക്കൊണ്ടിരുന്നപ്പോ മറ്റാരുമായി തുലനം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവിടുത്തെ നിസ്തുല്യ ഭാവത്തെ ഇവിടെ ഉയർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ രാത്രി ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ വിശാലതയ്ക്കെതിരെ ചലിച്ച ചില ഇരുട്ടിന്റെ മേഖലകൾ ഈ രാത്രി വെട്ടപ്പെടുന്നു. ശക്തിയോടെ ആരാധിച്ചോ. പ്രസംഗം കഴിഞ്ഞു കേട്ടോ, പ്രസംഗം കഴിഞ്ഞു. എനിക്കറിയാം ഇന്ന് രാത്രി ജനത്തെ വിടുവിക്കുന്ന ദൈവശക്തിയുടെ പ്രവാഹം ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് വെളിപ്പെടുന്നു. ചിലത് വെട്ടപ്പെടട്ടെ. നിയോഗത്തോടെ ആരാധിച്ചോ. അന്യഭാഷയിൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ച സകല പ്രിയപ്പെട്ടവരും ആത്മശക്തിയിൽ നിയോഗത്തോടെ ആരാധിക്കേ. ഇന്ന് രാത്രി പരിസരം മറന്ന് നീ ആരാധിക്കുമ്പോൾ നിന്റെ മിനിസ്ട്രിയുടെ ചില പുറപ്പാടുകളെ തടയുന്ന, നിന്നെ ചിലയിടങ്ങളിൽ തളച്ചിടുന്ന, നിന്നെ പരിമിതപ്പെടുത്തുന്ന, നിന്റെ തലമുറയെ മുന്നോട്ട് വിടാത്ത ആ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി വെട്ടപ്പെടും. ആരാധന വരട്ടെ, നിർത്തരുത്. കൈയടിക്കുന്നവർ ശക്തിയോടെ കൈയടിച്ചേ. അന്യഭാഷ പറയുന്നവർ ആത്മനിറവിൽ ആരാധിച്ചേ. നിയോഗത്തോടെ ആരാധിച്ചേ. ചിലത് വെട്ടപ്പെടുന്നു. യേശു 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 യേശുവെന്ന നാമം ഉയരട്ടെ. യേശുവെന്ന നാമം ഉയരട്ടെ. ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന്. എഴുന്നേറ്റ് നിൽക്കുന്നവരെല്ലാം സ്വർഗത്തിലേക്ക് നോക്കിക്കേ. സ്വർഗത്തിലേക്കൊന്ന് നോക്കിക്കേ. നാമമൊന്ന് ആദരത്തിലെടുത്ത് ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉച്ചത്തിലൊന്ന് പാടിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹോസന്ന. പാടിക്കേ. ഹല്ലേലൂയ ഹോസന്ന. ഓ ഹല്ലേലൂയ ഹോസന്ന. ഹല്ലേലൂയ ഹോസന്ന. നിയോഗത്തോടെ പാടിക്കേ. ഹല്ലേലൂയ ഹോസന്ന.
സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഹോശന്ന ഹല്ലേലൂയ ഹോശന്ന ഹല്ലേലൂയ ഹോശന്ന എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ കുഞ്ഞാടേ വാഴ്ത്തുക. അവൻ ജീവൻ നൽകി, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ തരങ്ങളും തുറന്നേ, എല്ലാ തരങ്ങളും തുറന്നേ. ഈ ഗ്രൗണ്ടിന്റെ മുന്നിൽ മുതൽ അങ്ങ് ഏറ്റവും പിന്നിൽ, അങ്ങ് ഏറ്റവും ബായ്ക്കിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ വരെ എല്ലാ തരങ്ങളും ഒന്ന് തുറന്നാണ്, എല്ലാ തരങ്ങളും ഒന്ന് തുറന്നാണ്, എല്ലാ തരങ്ങളും ഒന്ന് തുറന്നാണ്. ഇന്ന് രാത്രി എന്താണോ നിങ്ങൾ കേട്ടത് അത് നിങ്ങൾ ആത്മാവിൽ കർത്താവിനോടൊന്ന് പറഞ്ഞാട്ട്. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില വഞ്ചിക്കുന്ന ദുർബോധ സ്വാധീനങ്ങൾ, തെറ്റിച്ച് കളയുന്ന ചില സ്വാധീനങ്ങൾ, വഴി മുടക്കി നിൽക്കുന്ന ചില സ്വാധീനങ്ങൾ, വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില സ്വാധീനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു മാറട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവൻ ഈ രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നവർ ആത്മാവിലൊന്ന് ആരാധിച്ചോ, ആത്മാവിലൊന്ന് ആരാധിച്ചോ. ഇനി നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അവയ്ക്ക് കഴിയത്തില്ല. ഇനി നിന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ അവയ്ക്ക് കഴിയത്തില്ല. അവ ഒരുക്കുന്ന വഴിയിലൂടെ അല്ല നീ സഞ്ചരിക്കാൻ പോകുന്നത്. തടഞ്ഞു നിൽക്കുന്ന ചില ഇടങ്ങളിൽ നീ തടയപ്പെട്ട് നിൽക്കുകയല്ല. അവിടുന്ന് ഒരു പുറപ്പാട് ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിനക്കൊരു പുറപ്പാടിനെ തരുന്നു. നീ ചിന്തിച്ചിട്ടില്ലാത്ത, കഴിഞ്ഞ ചില നാളുകളിൽ നീ കൊതിച്ചിട്ടും സംഭവിച്ചിട്ടില്ലാത്ത ചില പുറപ്പാടുകൾ ഇന്ന് രാത്രി യേശു ഉയർത്തപ്പെടുന്നതിലൂടെ കർത്താവിന്റെ ആത്മാവ് തുറന്നു തരുന്നു. ഈ രാത്രി ചില ടെറിട്ടോറിയൽ സ്വാധീനങ്ങൾ താഴെ വീഴട്ടെ. ചില വ്യക്തികളെ, ചില ദേശങ്ങളെ മലീമസമാക്കുന്ന ചില ദേശത്തിന്റെ ആധിപത്യങ്ങൾ, ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ച് ഇതുവരെ പറയാത്ത ചില പുതിയ ഭാഷകൾ ചിലരുടെ ആദരത്തിന്മേൽ വരട്ടെ. ഇതുവരെ കാണാത്ത ചില ദർശനങ്ങൾ ഇന്ന് രാത്രി ചിലർ കാണട്ടെ. ഇതുവരെ കേൾക്കാത്ത ചില ദൈവ ശബ്ദങ്ങൾ ചില കാതുകളിൽ മുഴങ്ങട്ടെ. തീപിടിക്കുന്ന ആരാധന, തീപിടിക്കുന്ന ആരാധന, തീപിടിക്കുന്ന ആരാധന. യേശു ഉയർത്തപ്പെടുന്നതിന്റെ വിടുതൽ, യേശു ഉയർത്തപ്പെടുന്നതിന്റെ വിടുതൽ, യേശു ഉയർത്തപ്പെടുന്നതിന്റെ വിടുതൽ. ഈ രാത്രി രോഗങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. രോഗസ്വാധീനങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു. അഴിയട്ടെ, അഴിയട്ടെ. അലർജികൾ മാറട്ടെ, അലർജികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മൈഗ്രെയിനുകൾ മാറട്ടെ. എല്ലാ ഹാർട്ട് ഡിസീസുകൾ മാറട്ടെ. എല്ലാ യേശുവിന്റെ നാമത്തിൽ ആസ്മാറ്റിക് സ്പിരിറ്റുകൾ ഇന്ന് രാത്രി ജനത്തെ വിട്ട് അഴിഞ്ഞു മാറ്. യേശുവിന്റെ നാമത്തിൽ വിടുവോ, വിടുവോ. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ഈ ഗ്രൗണ്ട് മുഴുവൻ സൗഖ്യം. ഗിലെയാദിലെ വൈദ്യർ ഇന്ന് രാത്രി ചിലരുടെ ശിരസിന്റെ മേൽ തൊടട്ടെ,
ചിലരുടെ നെറുകമേൽ കർത്താവിന്റെ കരം ഈ രാത്രി സ്പർശിക്കപ്പെടട്ടെ. തീ പിടിക്കുന്നത് പോലെ ആരാധന ഉയരട്ടെ. തീ പിടിക്കുന്നത് പോലെ ആരാധന ഉയരട്ടെ. കരയണമെങ്കിൽ കരയുക, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കുക. ഇതൊരു പരാജയത്തിന്റെ രാത്രിയല്ല, ഇതൊരു വിടുതലിന്റെ രാത്രി. ജനത്തിനെതിരെ നിൽക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ, ചിലരുടെ ഉള്ളത്തിൽ വ്യാപരിക്കുന്ന ചില ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ, ചില മന്ത്രവാദ ശക്തികൾ, ചില പോരുകൾ ഇന്ന് രാത്രി വിട്ട് മാറാൻ സഭ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. എനിക്കൊരായുസുണ്ടെങ്കിൽ അത് യേശുവിന് വേണ്ടിയാണെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? എനിക്കൊരായുസുണ്ടെങ്കിൽ അത് യേശുവിന് വേണ്ടിയാണ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ യേശുവിനെ ഉയർത്തും. എന്റെ നാളുകൾ തീരുന്നത് വരെ, എന്റെ ശ്വാസം എന്നെ വിട്ട് പിരിയുന്നത് വരെ, എന്റെ ആരോഗ്യം മുഴുവൻ യേശുവിനെ ഉയർത്താൻ ഉപയോഗിക്കും. അങ്ങനെ പറയുന്നവർ മാത്രമാ കരമൊന്ന് ഉയർത്തി പിടിച്ചോ. ഈ ജനം ഒന്നൊഴിയാതെ ഇന്ന് രാത്രി അങ്ങനെ സമർപ്പിക്കുന്നല്ലോ. ഈ രാത്രി അഭിഷക്തന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വെളിപ്പാട്, അതിനുള്ള ആശയം, അതിനുള്ള ദൂത്, അതിനുള്ള ദൈവകൃപ ഈ അഭിഷക്തന്മാരുടെ മേൽ പകരം ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അതിനുള്ള പകർച്ച അയക്കപ്പാ. യേശുവേ, അങ്ങത് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി. കരം താഴ്ത്തിയിട്ട് വാസു, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. ഒരു അവസരം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടും. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കരം ഉയർത്തി പിടിച്ചു. ലജ്ജയില്ലാതെ കരമൊന്ന് ഉയർത്തി പിടിച്ചു. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല പാസ്റ്റർ, എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. ലജ്ജ കൂടാതെ കരമൊന്ന് ഉയർത്തി പിടിച്ചു. കരം ഉയർത്തുന്നൊന്നും ഞങ്ങളുടെ വിഷയമല്ല, പക്ഷെ ഞങ്ങളിത് പറയും. എനിക്ക് സ്നാനം സത്യമാണെന്നറിയാം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ജീസസ്. കർത്താവേ, ഈ സഹോദരങ്ങളെ ഞാൻ അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഈ കുടുംബങ്ങളൊന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കോട്ടാമല കൺവെൻഷൻ യേശുവിന്റെ നാമത്തിൽ ഒരനുഗ്രഹമായി മാറട്ടെ. ഇതിന്റെ ഇരട്ടി ആളുകൾ ഈ ഗ്രൗണ്ട് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ ജനം ഇതിനകത്ത് തടിച്ചു കൂടട്ടെ. അടുത്ത വർഷങ്ങൾ അങ്ങനെയുള്ള ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. കർത്താവ് അത് ചെയ്യണേ. ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോവുകയാണ്. കരമെല്ലാം ഒന്ന് അടിച്ച് ശക്തിയോടെ എല്ലാവരും കൂടെ ചേർന്ന് കർത്താവ് ജീവിക്കുന്ന നമ്മൾ പറയാൻ പോവാ. യേശു ഉയർത്ത് ജീവിക്കുന്നു, യേശു ഉയർത്ത് ജീവിക്കുന്നു. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനെ വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിന് വിഷപ്പല്ലു തകർത്തതാകയാ. അവൻ കൊല്ലുന്ന മരണത്തിൽ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയം എന്റെ മൃത്യുവിനെ ഞങ്ങൾ വെല്ലു വിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അവൻ മണ്ണിലല്ലേ നിത്യവാസ
നിത്യവാസവന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ നിത്യവാസവന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ ഇനി തന്നെ ഒരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓ മന്നീലല്ലേ നിത്യവാസവന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ അവൻ മന്നീലല്ലേ നിത്യവാസവന്റെ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എന്നെ കാത്തിടുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓ യേശു ക്രിസ്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാഴുവാൻ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു